നമസ്കാരം. സീറോ ഓവർ. ദേശീയ ഗെയിംസിനായി സർക്കാർ നിർമ്മിച്ച വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ നീക്കം. ഷൂട്ടിംഗ് അക്കാദമി സ്ഥാപിക്കാനാണ് റേഞ്ച് വിട്ടു നൽകുന്നത്. ടെൻഡറിൽ പങ്കെടുക്കാത്ത കമ്പനിക്കാണ് റേഞ്ച് കൈമാറാൻ ശ്രമം നടക്കുന്നത്. എന്നാൽ നടപടികൾ സുതാര്യമല്ലെന്നും പിന്നിൽ അഴിമതിയാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഇത് ദേശീയ ഗെയിംസിനായി വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിന്റെ ഭൂമിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ഷൂട്ടിംഗ് റേഞ്ച്. കെട്ടിടത്തിനും ഉപകരണങ്ങൾക്കുമായി ചിലവായത് 30 കോടി. ഗെയിംസിന് ശേഷം ഇവിടെ ഷൂട്ടിംഗ് അക്കാദമി സ്ഥാപിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. സ്പോർട്സ് ഡയറക്ടറേറ്റ് വിളിച്ച ഈ ടെൻഡറിൽ പങ്കെടുത്തത് 2 പേർ. ഡൽഹിയിലെ ഗഗൻ നാരംഗ് ഷൂട്ടിംഗ് അക്കാദമിയും തിരുവനന്തപുരം ജില്ലാ റൈഫിൾ അസോസിയേഷനും. എന്നാൽ ടെൻഡർ ലഭിച്ചത് ടോപ്പ് ഗൺ എന്ന സ്വകാര്യ സ്ഥാപനത്തിന്. തങ്ങളുമായി അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനമാണ് ടോപ്പ് ഗൺ എന്നാണ് തിരുവനന്തപുരം റൈഫിൾ അസോസിയേഷൻ വിശദീകരിക്കുന്നത്. റേഞ്ചിന്റെ നടത്തിപ്പിന് പ്രതിമാസം 5 ലക്ഷം രൂപ വേണ്ടിവരുമെന്നും ഇത് സർക്കാരിന് ബാധ്യതയാണെന്നുമാണ് വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിന് ന്യായീകരണമായി പറയുന്നത്. ടെൻഡർ നടപടികൾ തുടങ്ങിയത് UDF സർക്കാരിന്റെ കാലത്ത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനായില്ല. ഇപ്പോൾ കായിക വകുപ്പിന്റെ പരിഗണനയിലുള്ള ഫയൽ വേഗത്തിൽ നീക്കിക്കിട്ടാൻ ശ്രമം നടത്തുകയാണ് സ്പോർട്സ് ഡയറക്ടറേറ്റ്. അക്കാദമിക്ക് പുറമെ ജിംനേഷ്യം, കൂൾ ബാർ, മാൾ തുടങ്ങിയ വിനോദങ്ങൾക്കും സ്ഥലം വിനിയോഗിക്കാൻ കമ്പനിക്ക് അവകാശമുണ്ടാകും. നമ്മുടെ നാട്ടിൽ നിന്ന് മികച്ച ഷൂട്ടിംഗ് താരങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ലോകോത്തര നിലവാരമുള്ള ഷൂട്ടിംഗ് റേഞ്ചാണ് വട്ടിയൂർക്കാവിലേത്. സംസ്ഥാന സർക്കാർ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ റേഞ്ച് ചുളുവിന് സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം മുഹാജിർ, മീഡിയ വൺ, തിരുവനന്തപുരം. വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിനായി രംഗത്തുള്ള തിരുവനന്തപുരം ജില്ലാ റൈഫിൾ അസോസിയേഷന് ടെൻഡറിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ലെന്ന ആക്ഷേപം. സ്വന്തമായൊരു ഷൂട്ടിംഗ് റേഞ്ചോ ആയുധ ലൈസൻസോ പോലുമില്ലാത്ത അസോസിയേഷന് മറ്റൊരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് ടെൻഡറിൽ പങ്കെടുത്തതിന് പിന്നിലും ദുരൂഹതയുണ്ട്. തിരുവനന്തപുരം ജില്ലാ റൈഫിൾ അസോസിയേഷന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷൂട്ടിംഗ് റേഞ്ച് നടത്താനുള്ള സാങ്കേതിക പരിജ്ഞാനമോ അനുഭവ സമ്പത്തോ ഇല്ല. സാങ്കേതികമായി ജില്ലാ കളക്ടറാണ് സംഘടനയുടെ പ്രസിഡന്റ്. പക്ഷേ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു വിവരവും തങ്ങളുടെ പക്കലില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ച മറുപടി. അതേസമയം അസോസിയേഷൻ സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിൽ ടെൻഡറിൽ പങ്കെടുത്തതും സ്വകാര്യ കമ്പനിയായ ടോപ്പ് ഗഡുമായി സഹകരിക്കുന്നതും കളക്ടറുടെ അറിവോടെയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സംവിധാനം തുച്ഛമായ നടത്തിപ്പ് ചെലവ് പറഞ്ഞാണ് പാട്ടത്തിന് നൽകുന്നത്. സർക്കാർ നിയന്ത്രണത്തിൽ അക്കാദമി സ്ഥാപിച്ചാൽ കേരളത്തിലെയും ദേശീയ തലത്തിലെയും നിരവധി താരങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പരിശീലനം നൽകാനാകും. ചെലവിന്റെ നല്ലൊരു ഭാഗം ഷൂട്ടിംഗ് താരങ്ങളിൽ നിന്നും സജീവമായി പ്രവർത്തിക്കുന്ന ജില്ലാ റൈഫിൾ അസോസിയേഷനുകളിൽ നിന്നും പിരിച്ചെടുക്കാവുന്നതാണ്. ദേശീയ ക്യാമ്പുകളിൽ നിന്നും ടൂർണമെന്റുകളിൽ നിന്നുമുള്ള വരുമാനം വേറെ. വൻതുക ഫീസ് വാങ്ങി താരങ്ങളെ പിഴിയാൻ അവസരമൊരുക്കുകയാണ് റേഞ്ച് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക വഴി ചെയ്യുന്നത്. മുഹാജിർ, മീഡിയ വൺ, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജെ മുഹാജിർ ഉണ്ട് തിരുവനന്തപുരത്ത്. മുഹാജിർ, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് ടെൻഡർ നടപടികൾ ആരംഭിച്ചത് എന്ന് വാർത്തയിൽ പറയുന്നു. ഈ കൈമാറ്റം, അതായത് ഈ ഷൂട്ടിംഗ് റേഞ്ച് കൈമാറ്റം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കാനുള്ള സമിതിയുടെ പരിഗണനയിൽ വരുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരം? അജംസ്, ഫെബ്രുവരിയിലാണ് ഇവിടെ ഒരു ഷൂട്ടിംഗ് അക്കാദമി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയത്. ഈ ടെൻഡർ വഴിയാണ് ടെൻഡറിലെ അപേക്ഷകരെ കണ്ടെത്തിയത്. അങ്ങനെ 2 പേർ ഡൽഹിയിൽ നിന്നുള്ള ഗഗൻ നാരംഗ് അക്കാദമിയും തിരുവനന്തപുരം ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷനുമാണ് ടെൻഡറിൽ പങ്കെടുത്തതെന്ന് ടെൻഡർ രേഖകൾ പറയുന്നു. തിരുവനന്തപുരം ഗഗൻ നാരംഗിനാണ് ഇത് കുറഞ്ഞ ടെൻഡർ വിളിച്ചത് എന്ന് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഇവാലുവേഷനും നടന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ടോപ്പ് ഗണ്ണിന്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത്, ടോപ്പ് ഗൺ എന്ന ഒരു സ്ഥാപനത്തിന്, ഡൽഹി കേന്ദ്രമായ ടോപ്പ് ഗൺ സ്ഥാപനത്തിനാണ് ടെൻഡർ നൽകാൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് ഡയറക്ടറേറ്റ് എന്ന് നമുക്കറിയാൻ കഴിയുകയുണ്ടായി. എന്നാൽ ഈ ടോപ്പ് ഗൺ ടെൻഡറിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്ന ചോദ്യത്തിനാണ് അത് തിരുവനന്തപുരം ജില്ലാ റൈഫിൾ അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്ത ഒരു സ്ഥാപനമാണ്. അവരാണ് അങ്ങനെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ടാണ് ടോപ്പ് ഗണ്ണിനെ ഇതിനായി തിരഞ്ഞെടുത്ത് എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ഈ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. തുടർന്ന് മറ്റ് നടപടികൾ അല്ലെങ്കിൽ ഇതിൻ്റെമായി ബന്ധപ്പെട്ട ഉത്തരവ് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിരിക്കുന്നു. പുതിയ സർക്കാരിൽ സ്പോർട്സ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ഇനിയും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഈ സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം മുമ്പ് ദേശീയ ഗെയിംസ് നടക്കുന്ന സമയത്താണ് വലിയ രീതിയിൽ
ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക്കിന്റെ കീഴിലുള്ള ഭൂമിയിലാണ് ഈ സ്ഥാപനം ഉണ്ടായത്. അവിടെ 19 കോടി സർക്കാരിന്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് 19 കോടി രൂപ ചെലവിട്ടാണ് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഈ കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകുന്നത്. പിന്നീട് അതിലേക്കുള്ള ഉപകരണങ്ങൾ, ടൈമിംഗ് സിസ്റ്റം അടക്കം, ഷൂട്ടിംഗ് ഉപകരണങ്ങളടക്കം 10 കോടി വീണ്ടും ചെലവഴിച്ച് ഏകദേശം 30 കോടി രൂപ അതിൽ മുതൽ മുടക്കിയിട്ടുണ്ട്, ഭൂമിയുടെ വില കൂടാതെ. ഇത്രയും വലിയ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് അക്കാദമി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകാൻ പോകുന്നത്. നമുക്കറിയാം, ദേശീയ ഗെയിംസ് നടക്കുന്ന സമയം അല്ലെങ്കിൽ ദേശീയ ഗെയിംസ് ശേഷം സർക്കാർ പ്രഖ്യാപിച്ചത് ഈ ഷൂട്ടിംഗ് റേഞ്ച് ഒരു ഷൂട്ടിംഗ് അക്കാദമി തുടങ്ങിക്കൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെയും മറ്റ് താരങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പരിശീലനം നടത്താനും അന്തർദേശീയ നിലവാരത്തിലുള്ള താരങ്ങളെ വളർത്തിയെടുക്കാനുമായി ഉപയോഗിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ഷൂട്ടിംഗ് അക്കാദമി സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുമെന്നാണ്. വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് മാത്രമല്ല, ദേശീയ ഗെയിംസിനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, മറ്റ് ഫെസിലിറ്റീസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയും ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഭാവിയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കും എന്നായിരുന്നു പറഞ്ഞത്. അതിന്റെ ഭാഗമായി വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിലും ഒരു ഷൂട്ടിംഗ് അക്കാദമി സ്ഥാപിക്കും എന്ന് പറയുകയുണ്ടായി. ദേശീയ ഗെയിംസ് ലെഗസി പ്ലാൻ എന്നാണ് ആ പ്ലാൻ അറിയപ്പെടുന്നത്. ആ പ്ലാൻ പ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ സ്വകാര്യ കമ്പനി കൈമാറുന്നത് എന്നാണ് ഇപ്പോൾ ഷൂട്ടിംഗ് റേഞ്ചിന്റെ ചുമതലയുള്ള സ്പോർട്സ് ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഇത് സ്വകാര്യ വ്യക്തികൾ കൈമാറുകയും, നമുക്കറിയാം ഷൂട്ടിംഗ് എന്നുള്ളത് വളരെ ചെലവ് പിടിച്ച ഒരു കായിക ഇനമാണ്. അതിൽ പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഉപകരണങ്ങൾ, അതിൻ്റെ പ്രധാനമായും അതിൻ്റെ തോക്ക്, തിരകൾ, പിന്നെ അതിൻ്റെ എയിമിംഗ് സിസ്റ്റം, ടൈമിംഗ് സിസ്റ്റം തുടങ്ങിയവയ്ക്ക് വലിയ രീതിയിലുള്ള ചെലവ് വരുന്ന ഒരു സ്പോർട്ടിംഗ് ഈവൻ്റ് ആണ് ഷൂട്ടിംഗ്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് കഴിഞ്ഞ ദേശീയ ഗെയിംസിലറിയാം കേരളത്തിൽ നിന്ന് നിരവധി താരങ്ങൾ ഉയർന്നു. കേരളത്തിൽ അതിൽ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ നേടാൻ കഴിഞ്ഞു. ആദ്യമായാണ് ഈ ഇനത്തിൽ കേരളത്തിൽ നിന്നുള്ള താരങ്ങൾക്ക് സ്വർണ്ണ മെഡൽ. ശരി മുഹാജിർ ദയവായി തുടരുക. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്, മുൻ കായിക മന്ത്രി, ടെലിഫോൺ ലൈനിൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇത് ടെൻഡർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഒരു രാജ്യത്തിന്റെ പൊതു സ്വത്തായി മാറേണ്ട ഒരു കായിക വികസനത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനം, അതിനെ സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്നതിലൂടെ എന്തായിരുന്നു കഴിഞ്ഞ UDF സർക്കാർ ഉദ്ദേശിച്ചത്? എന്താണ് നിങ്ങൾ പറയുന്നത്, മീൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അന്നത്തെ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ ഒപ്പിട്ട അങ്ങനെ ഒരു ഫയലിട്ട് പോയിട്ടുമില്ല. അന്നൊരു തീരുമാനം എടുത്തിരുന്നു. അന്നെടുത്തിരുന്ന തീരുമാനം ഒരു ഇവിടെ ഷൂട്ടിംഗ് അക്കാദമി തുടങ്ങുന്നതിന് വേണ്ടിയാണ്. ഷൂട്ടിംഗ് അക്കാദമി തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ ഇവിടെ ഏറ്റവും ഒളിമ്പിക്സിൽ പരിശീലിപ്പിച്ചിട്ടുള്ള സണ്ണി തോമസ് അടക്കം വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഇന്ത്യയിലെ കോച്ചുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഷൂട്ടിംഗ് അക്കാദമിയിലേക്ക് ഇത് പോവുക എന്നുള്ളതായിരുന്നു നമ്മൾ വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സ്ഥലമാണ്. ഒന്നല്ല രണ്ടാണ്. ഒന്ന്, വട്ടിയൂർക്കാവിലെ നമ്മളുടെ ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്. രണ്ട്, പോലീസ് അക്കാദമി, നമ്മളുടെ അക്കാദമിക്കകത്തുള്ള ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്. രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് നാഷണൽ ഗെയിംസിന്റെ പണം ഉപയോഗിച്ച് തന്നെയാണ്. അതിന്റെ പരിപാലനത്തിന് വേണ്ടി കേരള പോലീസിനെയാണ് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് തൃശ്ശൂരിലെ ഷൂട്ടിംഗ് റേഞ്ച് പോലീസ് നേരിട്ട് നിയന്ത്രണം നടത്തും. ഇവിടെയും പോലീസ്, വട്ടിയൂർക്കാവിലും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് താൽക്കാലികമായിട്ട് കൊണ്ടുപോകാൻ അന്ന് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി ചെയർമാനായി ഒരു കമ്മിറ്റിയെ കൂടി ഇതിന്റെ ലെഗസി പ്ലാനിന് വേണ്ടി ഞങ്ങൾ നിയോഗിച്ചിരുന്നു. അങ്ങനെ ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചത്. ഞാൻ ഒപ്പിട്ടിട്ട് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളത് എല്ലാ പേപ്പറുകളും പരിശോധിച്ചിട്ടാണോ ഇങ്ങനൊരു കാര്യം പറയുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പേപ്പറുകളും പരിശോധിക്കണം. ഷൂട്ടിംഗ് അക്കാദമി ഉണ്ടാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിനകത്ത് എലിസബത്ത് കോശി അടക്കം ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തയായ ഷൂട്ടിംഗ് ചാമ്പ്യൻ, അവരടക്കമുള്ള ആളുകളുടെ സർവീസ് ഇന്ത്യയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടി എന്നുള്ള നിലയിലാണ് നമ്മളിത് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായി ഇപ്പോ സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടത് ഞാൻ പോലും ഞെട്ടിപ്പോയി. എന്താണ് ആ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാനും വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിയൂ. ലെഗസി പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി അന്ന്
നിയോഗിച്ചു എന്നുള്ളത് ശരി ശരിയാണ്. ശരി അവിടെ ശരി വരെ ശരി തിരുവഞ്ചൂർ, ഞാൻ താങ്കൾ ദയവായി തുടരും. ഇപ്പോൾ കായിക മന്ത്രി ഇ.പി. ജയരാജൻ കൂടി ഉണ്ട് ടെലിഫോണിൽ. ശ്രീ ഇ.പി. ജയരാജൻ, ടെൻഡർ നടപടികളിലൂടെ വട്ടിയൂർക്കാവിലെ ഷൂട്ടിംഗ് റേഞ്ച് ഒരു സ്വകാര്യ ഏജൻസിക്ക് ഷൂട്ടിംഗ് അക്കാദമി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ UDF സർക്കാർ ആരംഭിച്ചു എന്നാണ് വാർത്ത. ഇത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്ത തീരുമാനങ്ങളിൽ പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഈ തീരുമാനം പുനഃപരിശോധിക്കും? റൈറ്റ്, ഇ.പി. ജയരാജിലേക്ക് മടങ്ങിയെത്താം. ശ്രീ തിരുവഞ്ചൂർ, താങ്കൾ വിശദീകരിച്ചത് പ്രകാരം സർക്കാർ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഷൂട്ടിംഗ് അക്കാദമി ഏത് വിധത്തിൽ സ്ഥാപിക്കാനാണ് അന്ന് സർക്കാർ തീരുമാനിച്ചത്? ശ്രീ തിരുവഞ്ചൂർ. റൈറ്റ്, ഞാൻ മന്ത്രിയിലേക്കും മുൻ മന്ത്രിയിലേക്കും മടങ്ങിയെത്താം. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ കായിക താരം അനി മുഹമ്മദ്, ഷൂട്ടിംഗ് താരം, അദ്ദേഹം ചേരുന്നു. കൂടാതെ സാജു എസ് ദാസ്, ജില്ലാ റൈഫിൾ അസോസിയേഷൻ, അദ്ദേഹം കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ആദ്യം സാജുവിലേക്ക്. ശ്രീ സാജു, വളരെ അത്ര ജനപ്രിയമല്ലാത്ത അല്ലെങ്കിൽ അത്ര ജനകീയമല്ലാത്ത ഒരു കായിക ഇനമാണ് ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് സാധാരണക്കാരിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരു കായിക ഇനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചെലവേറിയ ഒന്നാണ് ഈ ഷൂട്ടിംഗ് റേഞ്ച് പരിപാലനവും അതുപോലെ ഷൂട്ടിംഗ് പരിശീലനവുമെല്ലാം. ഇത്തരമൊരു ഷൂട്ടിംഗ് അക്കാദമി സ്ഥാപിക്കാൻ സർക്കാരിന് ഒറ്റയ്ക്ക് സാധിക്കുമോ, അതോ സ്വകാര്യ ഏജൻസികളുടെ സഹായം ആവശ്യമാണ്? ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ജനകീയമല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എന്നും ഈ ഷൂട്ടിംഗ് ഇതെന്ന് പറയുന്നത് ജനകീയമല്ലാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഈ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ CBIയുടെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഈ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വളരെ നിഷ്പ്രയാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കേരള സ്പോർട്സ് കൗൺസിലിന് തന്നെ ഷൂട്ടിംഗ് കോച്ചുമാർ അവർക്കുണ്ട്. അവർ മാസം ശമ്പളം കൈപ്പറ്റുന്ന ഷൂട്ടിംഗ് കോച്ചുമാർ കേരള സ്പോർട്സ് കൗൺസിൽ നിലനിൽക്കെയാണ് ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വലിയൊരു പോയിന്റ്, ഇപ്പോൾ മുൻമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇത് ഇരിക്കുന്നതെന്ന്. എന്നാൽ എൻ്റെ ചോദ്യം, പോലീസിൻ്റെ കസ്റ്റഡിയിലിരുന്ന ഈ റേഞ്ച് എങ്ങനെയാണ് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ടെൻഡർ വിളിച്ചത്? അതൊരു ചോദ്യമല്ലേ? കേൾക്കുന്നുണ്ടോ? യെസ്, പറയൂ. അതെ, അതായത് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ഈ ടെൻഡറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ടെക്നിക്കലിയും ഫിനാൻഷ്യലിയും എലിജിബിളായിട്ടുള്ളവർക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ടെൻഡറിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് വാർത്തയിൽ പറഞ്ഞു. ഇതിൽ അറിയേണ്ട ഒരു പ്രധാന കാര്യം, ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ അവിടെ ആ അസോസിയേഷനിൽ ഇലക്ഷൻ നടന്നിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ജനബോഡി കൂടിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ജില്ലാ കളക്ടർക്ക് അങ്ങനെ സംഘടനയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. വിവരാവകാശം അനുസരിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു യാതൊരു രേഖയോ അതുമായിട്ട് ഒന്നും അറിയില്ല എന്നാണ് ജില്ലാ കളക്ടർ മറുപടി തന്നിരിക്കുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ മന്ത്രിസഭ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളുള്ളപ്പോൾ വളരെ ധൃതി പിടിച്ചാണ് ഈ ടെൻഡർ ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമം നടന്നത്. അന്ന് കൊല്ലം അസോസിയേഷൻ ഉൾപ്പെടെ മറ്റുള്ള അസോസിയേഷനുകൾ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചലഞ്ച് ചെയ്യുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ സ്റ്റേ ചെയ്യുകയും ചെയ്യണം. ആ സ്റ്റേ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ടെൻഡർ ഇപ്പോൾ സ്വകാര്യ കമ്പനിക്ക് പോവാതെ ഇപ്പോഴിങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ ഭരണം മാറുമെന്നും ഇടതുപക്ഷം ഭരണത്തിൽ വരുമെന്നും ഇവരൊന്നും ആരും ചിന്തിച്ച് കാണത്തില്ലായിരിക്കാം. എനിവേ, ഇതിനകത്ത് ചോദ്യങ്ങൾ ഉയരുന്നത് വലിയ വലിയ ചോദ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞു പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരുന്നു എന്ന് പറയുന്നു, മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇവരാരും അറിഞ്ഞില്ലെങ്കിൽ തിരുവനന്തപുരത്തെ കണ്ണായൊരു സ്ഥലത്ത് 30 കോടിയോളം മുതൽ വരുന്ന ഒരു സ്വത്ത് എങ്ങനെ സ്വകാര്യ കമ്പനിക്ക് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന് ടെൻഡർ വിളിച്ച് കൊടുക്കാൻ പറ്റി? ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെ സാധിക്കില്ല. അതിൻ്റെ പിന്നിൽ ശക്തമായ കരങ്ങളുണ്ടെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. റൈറ്റ്. സജു, ഒരു കാര്യം കൂടി, താൻ അറിഞ്ഞിട്ടില്ല, തൻ്റെ ഒപ്പോടുകൂടിയല്ല ഇത്തരമൊരു ടെൻഡർ നടന്നിട്ടുള്ളത് എന്ന് മുൻമന്ത്രി തറപ്പിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ എന്ത് അട്ടിമറിയാണ് നടന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ മുൻമന്ത്രി പറഞ്ഞത് ഞാൻ ഒരിക്കലും അവിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലുണ്ടായിരുന്ന, അദ്ദേഹം കൂടെ മെമ്പറാണെന്ന് പറയുന്ന ആ ഷൂട്ടിംഗ് റേഞ്ചിൻ്റെ ആ കമ്മിറ്റിയിൽ നിന്നും എങ്ങനെ ഈ ടെൻഡർ പുറത്തു പോയി, ആരാണ് ഈ ടെൻഡർ എടുക്കാൻ തീരുമാനമായത്? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സാണ് ടെൻഡർ വിളിച്ചതെങ്കിലും ആ ഭൂമി ഇപ്പോഴും ഇരിക്കുന്നത്
ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഉടമസ്ഥയിലാണ്. അപ്പോൾ ഡയറക്ടറേറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉടമസ്ഥയിലിരിക്കുന്ന ഭൂമിയിൽ പോലീസിൻ്റെ കൺട്രോളിൽ നിന്നൊരു പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇത്ര ധൃതി പിടിച്ച് അത് ചെയ്തത്? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു ചോദ്യമുണ്ട്. ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതൊരു പേപ്പർ സംഘടനയാണെന്നും കളക്ടർക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലെന്നും നമുക്ക് അതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു ചോദ്യം വരുന്നത്, ഒരു ജില്ലാ അസോസിയേഷൻ്റെ ഫോർമേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജില്ലാ അസോസിയേഷൻ, അതായത് ഞാൻ കൊല്ലം ജില്ലാ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്, എനിക്കൊരിക്കലും ജില്ല വിട്ട് വേറൊരു ജില്ലയിലെ ഒരു സംഘടനയ്ക്ക് അഫിലിയേഷൻ കൊടുക്കാനോ കൺസോർഷ്യം കൂടാനോ എനിക്ക് പറ്റില്ല. അങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിനെ അധികാരമുള്ളൂ, സ്റ്റേറ്റ് അസോസിയേഷൻ അധികാരമുള്ളൂ. അങ്ങനെ ഇരിക്കെ ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷൻ എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയായിട്ട് ഒരു കൺസോർഷ്യം കൂടിയതും അത് ടെൻഡർ വിളിച്ചതും? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ അതിപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതിൽ സർക്കാർ കൊടുത്ത കൗണ്ടറിൽ പറയുന്നത് ടെൻഡർ വിളിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷനും നോർത്ത് ഇന്ത്യൻ കമ്പനിയായ ടോപ്പ് ഗണ്ണും കൂടെ ചേർന്നാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നതാണ്, കൺസോർഷ്യമാണ് വിളിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷൻ അതേ കേസിൽ കൊടുത്ത കൗണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷനാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. അവിടെ ടോപ്പ് ഗണ്ണിനെ കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. അപ്പോൾ അവരിലിടയിൽ തന്നെ അത് എന്താണ് ധാരണയില്ലാത്തതെന്നാണ് ഇപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം. ശരി, സജീവം മടങ്ങിയെത്തി. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ മന്ത്രി വീണ്ടും ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കളുടെ അറിവോടെ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പോർട്സ് ഡയറക്ടറേറ്റ് ടെൻഡർ വിളിക്കുക? ഒരു ടെൻഡർ നടപടി പോലും കായിക മന്ത്രി അറിയാതെ പോകുന്നതിന്റെ കാരണം എന്തായിരിക്കാം? അല്ല, ഇതിപ്പോ പറയുന്നത് കേട്ടപ്പോ ജില്ലാ റൈഫിൾ അസോസിയേഷനാണ്. അസോസിയേഷനും ഡിപ്പാർട്ട്മെന്റുമായിട്ട് നേരിട്ടൊരു ബന്ധവുമില്ല. അസോസിയേഷൻ സംഘടനകളുടെ ഒരു കോൺഫെഡറേഷനാണ്. അതുകൊണ്ട് ജില്ലാ അസോസിയേഷൻ നടത്തുന്നത് ജില്ലാ അസോസിയേഷൻ അതിന്റെ റൈറ്റ് ഉണ്ട്, അവർക്ക് അതിന്റെ ഇൻഡിപെൻഡൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള കാര്യത്തിൽ ടെൻഡർ വിളിക്കാനുള്ള അധികാരം അവർക്കില്ല. കാരണം ഇത് ഗവൺമെന്റ് കസ്റ്റഡിയിലുള്ളതാണ്. ഇതിന്റെ പണം മുടക്കുള്ളത് ഇവിടെ നാഷണൽ ഗെയിംസിന്റെ ഫണ്ടിൽ നിന്നാണ്. ഭൂമി ഇരിക്കുന്നത് പോലീസിന്റെ ഭൂമിയാണ്. മൂന്നാമതൊരാളിന് അത് ടെൻഡർ വിളിക്കാനുള്ള അധികാരമില്ല. ഞാൻ പറഞ്ഞു വന്നത് വ്യത്യസ്തമായ കാര്യമാണ്. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന് അത് ഗവൺമെന്റ് കൺട്രോളിൽ നിൽക്കുന്ന, അതേസമയം റൈഫിൾ രംഗത്ത് ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുടെ കൂടി സേവനം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വിധത്തിൽ ഷൂട്ടിംഗ് അക്കാഡമി എന്ന് പറയുന്ന പുതിയ ഒരു തീസിസാണ്. അത് ആ ഷൂട്ടിംഗ് അക്കാഡമി നമുക്ക് ഡെവലപ്പ് ചെയ്താൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരിക്കും. കാരണം നാഷണൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഇത് പോപ്പുലർ അല്ല എന്ന്. യഥാർത്ഥത്തിൽ അതല്ല. ഷൂട്ടിങ്ങിന് വേണ്ടി ഇന്റർനാഷണലായിട്ട് ധാരാളം ആളുകൾക്ക് കേരളത്തിൽ വരാനും കേരളത്തിലെ ഈ സൗകര്യം വിനിയോഗിക്കാനും കഴിയും. അന്ന് കേരളത്തിന്റെ വന്ന ഈ ഷൂട്ടിംഗ് റേഞ്ച് കണ്ടിട്ടുള്ള മുഴുവൻ ആളുകളും പറഞ്ഞത് ലോക നിലവാരമുള്ള ഒരു ഷൂട്ടിംഗ് റേഞ്ചാണിത് എന്നാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വരികിൽ അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടാവണം, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അവിടെ നിന്ന് നല്ല കോച്ചിങ് കൊടുക്കാൻ കഴിയണം. അത് കഴിയണമെന്ന് വരുന്നതിന് പ്രാപ്തമായ രൂപത്തിലുള്ള അക്കാഡമി ഉണ്ടാകണം. അക്കാഡമി ഉണ്ടാക്കണമെന്നുള്ളത് ശ്രീ സണ്ണി തോമസിന്റെ അടക്കമുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്കാഡമി എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷേ ആ അക്കാഡമി ഒരിക്കലും സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ പോകാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ എക്യുപ്മെന്റ്സ് മുഴുവൻ ഗവൺമെന്റ് വാങ്ങിയിട്ടുള്ളതാണ്. അത് മുഴുവൻ ഗവൺമെന്റ് കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുന്നതാണ്. അത് മൂന്നാമതൊരാളിന് വെറുതെ ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, വളരെ സ്ട്രോങ് ആയ അഭിപ്രായം. അതുകൊണ്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തന്നെ പോകണം. രണ്ടാമത്തെ പ്രശ്നം, ഈ എക്യുപ്മെന്റ്സ് കോടിക്കണക്കിന് രൂപ നമ്മൾ ചെലവിട്ട് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സാധനം മറ്റേതെങ്കിലും സ്ഥലത്തോട്ട് പോവുകയോ അവിടെ ഏതെങ്കിലും വായ്പ എന്നുള്ള തലത്തിലേക്ക് ഇത് കൊണ്ടുപോവുകയും ചെയ്ത സാധാരണഗതിയിൽ അസോസിയേഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണിത്. അങ്ങനെ പോവുകയോ ചെയ്താൽ തിരിച്ച് ഈ എക്യുപ്മെന്റ്സ് കേരളത്തിൽ എത്തുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അപ്പൊ ഒന്ന്, അക്കാഡമി നമ്മളുടെ ഈ സ്ഥാപനത്തിന്റെ പരിപാലനം മോശമാകും, ആ സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനമില്ലാതാകും. ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ള കോടാനുകോടി രൂപയുടെ എക്യുപ്മെന്റ്സ് അത് നശിക്കാൻ ഇടയാകും. നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ കിട്ടാത്ത വിധത്തിൽ കൈവിട്ടു പോവുകയും ചെയ്യും. അതൊന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാനൊന്ന് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. രണ്ട് കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമുണ്ട്. ഒന്ന്, ഈ ടെൻഡർ വിളിച്ചത് ഏതെങ്കിലും അസോസിയേഷൻ അല്ല, ഇത് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടറേറ്റ് ആണ് ടെൻഡർ വിളിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ വട്ടിയൂർക്കാവ് റേഞ്ച് നിലനിൽക്കുന്നത് പോലീസിന്റെ അധീനതയിലുള്ള സ്ഥലത്തല്ല, സർക്കാർ പോളിടെക്നിക്കിന്റെ സ്ഥലത്താണ്. ഈ രണ്ട് കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും അവ്യക്തത ഉണ്ടാവുന്നത്? അനുദിന പ്രവർത്തനത്തിന് നോക്കാനായിട്ട് നമ്മൾ പോലീസിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കാരണം റൈഫിൾ കൈകാര്യം ചെയ്യണമെങ്കിൽ റൈഫിൾ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ഏജൻസി ഉണ്ടാവണം. അത് സ്വാഭാവികമായിട്ടും പോലീസ് ആണെങ്കിൽ നമുക്ക് ആ ലീഗലായിട്ടുള്ള ഇഷ്യൂസിൽ ബന്ധപ്പെടുകയില്ല.
അതുകൊണ്ട് അതിന്റെ അനുദിന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് ഉഷുവിന്റെ കേന്ദ്രം അത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തോടനുബന്ധമാണ്. അത് പോലീസിനെ നമ്മൾ ചുമതലപ്പെടുത്തി. ഇവിടെ തൃശ്ശൂരിലെ പോലീസ് അക്കാഡമിയിലുള്ള ഷൂട്ടിംഗ് റേഞ്ച് അത് പോലീസിന്റെ സ്ഥലത്തുള്ളതാണ്. അത് പോലീസിനെ നമ്മൾ ചുമതലപ്പെടുത്തി. ഇവിടെ കൈകാര്യം ചെയ്യുന്ന എക്യുപ്മെന്റ് അത് റൈഫിൾ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതും പോലീസ് തന്നെ കൈകാര്യം ചെയ്യുന്നത് സാധ്യമല്ല. അതുകൊണ്ട് പോലീസിനെ തന്നെ ഇത് നിയോഗിച്ച് അനുദിന പ്രവർത്തനത്തിന് ചുമതലപ്പെടുത്തി. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിനൊരു ലെഗസി പ്ലാൻ വേണം. കാരണം നമുക്കിപ്പോ 1050 കോടി രൂപയുടെ പുതിയ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് മുഴുവൻ നമുക്ക് അതേപടി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി നമ്മൾ ലെഗസി പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി ചെയർമാനായി, അന്നത്തെ ചീഫ് സെക്രട്ടറിയെ ചെയർമാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ പോയിട്ടുള്ളത്. ശരി തിരുവഞ്ചൂർ, ഞാൻ താങ്കളെയും മടങ്ങിയെത്താം. ഇപ്പോൾ വി ശിവൻകുട്ടി MLA കൂടിയുണ്ട്. ശ്രീ വി ശിവൻകുട്ടി, ഇവിടെ ഒരു കാര്യം മുൻ മന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു. ഈ ടെൻഡർ വിളിച്ച സംഭവം, ക്ഷമിക്കണം, മുൻ MLA വി ശിവൻകുട്ടി ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ശിവൻകുട്ടി, മുൻ കായിക മന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഒന്ന്, ഈ ടെൻഡർ വിളിച്ച സംഭവം മുൻ മന്ത്രി അറിഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നതാവാൻ സാധ്യതയുണ്ടോ? അല്ല, ഇത് ഇത് നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം CNDAGയുടെ പ്രാഥമിക റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ 109 കോടി രൂപയുടെ ക്രമക്കേടുകൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ഒരു ഭാഗത്ത് നിന്നോട്ടെ. ഇത് ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ സ്ഥലത്തല്ല. ഷൂട്ടിംഗ് റേഞ്ച് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിന്റെ സ്ഥലത്താണ് ഷൂട്ടിംഗ് റേഞ്ച് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അത് നാഷണൽ ഗെയിംസിന്റെ ഫണ്ടാണ്. സ്ഥലം ഗവൺമെന്റ് സ്ഥലമാണ്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയേ അല്ല. അതേസമയത്ത് ടെന്നീസ് കോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ ടെന്നീസ് ക്ലബിലാണ് അപ്പൊ ടെന്നീസ് കോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെ പൂർണ്ണമായും ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം. അത് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയിരിക്കണം അതിന്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത്. അസോസിയേഷന്റെ വകയല്ല അത്. അസോസിയേഷനും ഈ ഷൂട്ടിംഗ് അസോസിയേഷൻ ലൈസൻസ് കിട്ടാറുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഷൂട്ടേഴ്സിന് ലൈസൻസ് കിട്ടാറുണ്ട്. അത് അതിന്റെ ഒരു നടപടിക്രമങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്ന എല്ലാവർക്കും അത് കിട്ടാറുണ്ട്. അത് ഷൂട്ടിംഗ് അസോസിയേഷന്റെ ശുപാർശവൻ, അങ്ങനെ കുറെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അവിടുത്തെ ഉടമസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് പൂർണ്ണമായി അനുവാദം കൊടുത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുതിയ സർക്കാർ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി ശിവൻകുട്ടി, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ അനി മുഹമ്മദ് ഉണ്ട്, ഷൂട്ടിംഗ് താരം. ശ്രീ അനി മുഹമ്മദ്, നാഷണൽ ഗെയിംസിന് വേണ്ടി നിർമ്മിച്ച ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല നഗരങ്ങളിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എല്ലാം ഉണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചറുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ കായിക പരിശീലനത്തിനുള്ള ഒരു പുതിയ പദ്ധതി തന്നെ പ്ലാൻ ചെയ്യേണ്ടതല്ലേ? അതിന് പകരം ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഒരുപക്ഷെ പൊതുജനങ്ങളുടെ പണം മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്നത് വഴി അത്തരത്തിലുള്ളൊരു കായിക പരിശീലനം സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ? ശരി, ഞാൻ ഈ മുഹമ്മദിലേക്ക് മടങ്ങി വരാം. ജെ മുഹാജിർ വീണ്ടും ചെയ്തു. മുഹാജിർ, മുൻമന്ത്രിയുടെ വിശദീകരണം മുഹാജിർ കേട്ട് കാണും. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടല്ല ഈ ടെൻഡർ നടപടികൾ നടന്നിട്ടുള്ളത് എന്നാണ്. സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടറേറ്റ് ആണ് ഈ ടെൻഡറുകൾ നടത്തിയത് എന്നിരിക്കെ അക്കാലത്തെ മന്ത്രി അറിയാതെ ഈ ടെൻഡർ നടപടി നടക്കുക സാധ്യമാണോ? മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു കാര്യം വാസ്തവമാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടില്ല. പക്ഷേ ടെൻഡർ നടപടികൾ പൂർണ്ണമായും കായിക വകുപ്പിന്റെ അറിവോട് തന്നെയായിരിക്കും നടന്നിട്ടുണ്ടാവുക. അല്ലാതെ നടക്കാൻ വഴിയില്ല. കാരണം ഈ സ്ഥാപനങ്ങളൊക്കെ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഓരോരോ വിഭാഗങ്ങളായി മന്ത്രി പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ശരിയാണ്. പലർക്കായി അത് നൽകിയിട്ടുണ്ട്. പലർക്കായാണ് അതിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ചുമതല നൽകിയിരിക്കുന്നത് സ്പോർട്സ് ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് എന്ന സ്ഥാപനത്തിനാണ്. അത് ഗവൺമെന്റിന്റെ കായിക വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയം അടക്കമുള്ളവ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സ്പോർട്സ് ഡയറക്ടറേറ്റ് ആണ്. അവിടുത്തെ ഡയറക്ടറുമായി
ഞാൻ നേരിട്ട് തന്നെ സംസാരിച്ചു. ഇക്കാര്യത്തിൽ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഈ ടെൻഡറിൽ തന്നെ അവർ ആദ്യം പുറപ്പെടുവിച്ച തീയതികളൊക്കെ തന്നെ വ്യത്യസ്തമാണ്. അതാണ് ഇക്കാര്യത്തിലെ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. 29-ാം തീയതി ടെൻഡർ ഓപ്പൺ ചെയ്യുമെന്ന് അവരുടെ ടെൻഡർ നോട്ടിഫിക്കേഷനിൽ ഉണ്ടെങ്കിൽ പോലും ടെൻഡർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 9-ാം തീയതിയാണ്. ഈ രീതിയിൽ പലതരത്തിലുള്ള ദുരൂഹതകൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മന്ത്രി ഇക്കാര്യത്തിൽ അറിവില്ല എന്നുള്ളത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ചിലപ്പോൾ ശരിയായിരിക്കാം. ഏതായാലും സ്പോർട്സ് ഡയറക്ടറേറ്റ് കായിക വകുപ്പിന്റെ കീഴിൽ തന്നെയാണ്, കായിക വകുപ്പിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണുള്ളത്. സ്പോർട്സ് ഡയറക്ടറേറ്റാണ് ഈ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് നൽകുന്നതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയത്. അവർ ആ ടെൻഡർ നടപടികൾ വഴി 2 പേരെ ക്ഷണിക്കുകയും 2 പേർ ആ ടെൻഡർ നടപടിയിൽ പങ്കെടുത്തു. അതിൽ ഒരാൾക്ക് നൽകാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ ആ നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഈ ടെൻഡറിൽ പങ്കെടുക്കാത്ത മറ്റൊരു കക്ഷിക്കാണ്. ഇക്കാര്യങ്ങളിലൊക്കെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും പണം ചെലവഴിച്ച് നിർമ്മിച്ച ഈ സ്ഥാപനം ഇങ്ങനെ സ്വകാര്യ വ്യക്തിക്ക് നൽകുന്ന അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതിന് ന്യായീകരണമായി പറയുന്നത് ഇവിടുത്തെ മെയിൻ്റനൻസ് കോസ്റ്റ് കൊണ്ടുപോകാൻ അതൊരു സർക്കാരിന് ബാധ്യതയാകും എന്നുള്ളതാണ്. 2 ലക്ഷം രൂപ മാസം ഇതിന് ചെലവഴിക്കണം എന്നുള്ളതാണ്. ശരി ശരി മുഹാജിർ, അല്പസമയം കൂടി തുടരുക. അനി മുഹമ്മദ് ഉണ്ട്, ഷൂട്ടിംഗ് താരം. ശ്രീ അനി മുഹമ്മദ്, സർക്കാരിന്റെ ഉദ്ദേശം ഒരുപക്ഷെ നല്ലതായിരിക്കാം. കാരണം ഈ ഷൂട്ടിംഗ് റേഞ്ച് പ്രയോജനപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശം സർക്കാരിനുണ്ട്. പക്ഷേ നാഷണൽ ഗെയിംസിന് വേണ്ടി പൊതുപണം ചെലവാക്കിക്കൊണ്ട് കേരളത്തിലെ വ്യത്യസ്ത നഗരങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ആ ഇൻഫ്രാസ്ട്രക്ചറുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ മികച്ച രീതിയിലുള്ള ഒരു കായിക പരിശീലനത്തിന് വേണ്ടിയല്ലേ സർക്കാർ ശ്രമിക്കേണ്ടത്? പകരം ഇതൊരു സ്വകാര്യ ഏജൻസിക്ക് കൈമാറുന്നതിലൂടെ ആ ലക്ഷ്യം പൂർത്തിയാകും. സർ, ഇതിൽ 2 കാര്യങ്ങളാണ് സർ ഉള്ളത്. ഇപ്പോൾ സർക്കാരിന്റെ ഉദ്ദേശം വളരെ നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം 1.5 ലക്ഷം രൂപയോളം ഒരു ഷൂട്ടറിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് ഒരു 6 മാസത്തെയോ 1 വർഷത്തെയോ ഒരു കോച്ചിങ് പരിശീലനം നൽകുകയാണ് ഇതുപോലുള്ള സ്വകാര്യ അക്കാദമികൾ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന, നോയിഡയിലും ഹരിയാനയിലും ഒക്കെ നിലനിൽക്കുന്ന പല ഷൂട്ടിംഗ് അക്കാദമികളും ഈ ഗഗൻതരംഗ് സാറിന്റെ തന്നെ പേരിലുള്ള അക്കാദമിയിലൊക്കെ 1.5 ലക്ഷം രൂപയോളം ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്തിട്ടാണ് പരിശീലനത്തിന് വിളിക്കുന്നത്. അത്രയും ഭീമമായ തുക ചെലവഴിച്ച് ഒരു ഷൂട്ടർക്ക് കേരളത്തിൽ പരിശീലനം ലഭിക്കുന്നത് കൊണ്ട് എന്ത് ഉപയോഗമാണ് ഉള്ളത്? എത്ര പേർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയും? 1.5 ലക്ഷം രൂപയോളം ഒരു വർഷം ഇതിന്റെ ഫീസിനത്തിൽ മാത്രം കൊടുക്കുകയും മറ്റ് ചെലവുകൾ സ്വന്തമായി വഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5 ലക്ഷം രൂപയോളം ചെലവാക്കി ഒരു വർഷത്തെ ഒരു പരിശീലനം ഒരു സാധാ ഷൂട്ടർക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള കാര്യം പ്രസക്തമാണ്. ഷൂട്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് ഒരു 3 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സ്ക്രീനിങ്ങും കഴിഞ്ഞിട്ടാണ് ഒരു ഷൂട്ടർ രൂപപ്പെട്ടു വരുന്നത്. ഫോറസ്റ്റിന്റെയും റവന്യൂവിന്റെയും പോലീസിന്റെയും ഒക്കെ കർശനമായ നിയന്ത്രണത്തിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സാധാരണ ഒരു സ്പോർട്സ് ഇനം പോലെ അല്ല. തോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ കളക്ടറും എസ് പിയും ഐ ജിയും ഒക്കെ അറിയുന്ന രീതിയിൽ ഒരു എല്ലാ സ്ക്രീനിങ്ങും കിട്ടുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കൂൾ ഗ്രൗണ്ടിലോ ഓപ്പൺ സ്ഥലത്തോ പോയി പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല ഒരാൾക്ക്. അപ്പോൾ ഇതുപോലുള്ള ഷൂട്ടിംഗ് റേഞ്ചുകൾ, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഷൂട്ടിംഗ് റേഞ്ചിനെ മാത്രമേ പോലുള്ള സാധാരണ ഷൂട്ടേഴ്സിന് ഉപയോഗിക്കാനോ ആശ്രയിക്കാനോ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ 40 കോടിയോളം രൂപ മുടക്കി ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് 4 ഏക്കറോളം ഉള്ള ഹൃദയത്തിന്റെ ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു പ്രദേശം അത് മുഴുവനായി 10-20 വർഷത്തേക്ക് ലീസിന് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അതിനുള്ള കാരണം പറയുന്നു, അതാണ് 2ാമത്തെ പോയിന്റ്. അതിനുള്ള കാരണം അവർ പറയുന്നത് 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള ഭീമമായ ഒരു തുക പ്രതിമാസം ചിലവ് വരുമെന്നാണ്. എന്ത് മണ്ടത്തരമാണ് സാർ ചോദിക്കുന്നത്? 400 കോടിയോളം രൂപ വിലയുള്ള സ്ഥലവും അതിനകത്തുള്ള എക്യുപ്മെന്റ്സും ഒക്കെ 2 ലക്ഷം രൂപ പ്രതിമാസം മെയിൻ്റനൻസ് കോസ്റ്റ് ഞങ്ങൾക്ക് പേ ചെയ്യാൻ കഴിയില്ല എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ചുമതല എന്താണ്? കായിക വകുപ്പിന്റെ ചുമതല എന്താണ് അവരുടെ മറ്റ് ഫണ്ടുകൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഞാനൊക്കെ സെക്കൻഡ് ലൈൻ ഓഫ് ഷൂട്ടേഴ്സ് ആണ്. ഫസ്റ്റ് ലൈൻ ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലുമുള്ള ഒത്തിരി ഷൂട്ടേഴ്സ്, എന്നെക്കാളൊക്കെ പ്രഗത്ഭരായ എത്രയോ ഷൂട്ടേഴ്സുകളുണ്ട്. എലിസബത്ത് സൂസൻ കോശി, മുൻ മന്ത്രി പറഞ്ഞതുപോലെ എലിസബത്ത് സൂസൻ കോശി, ഇവിടെയുള്ള പിസ്റ്റൾ ഷൂട്ടറായ തോമസ്, അങ്ങനെ പലരും ഉണ്ട്. അവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഡൽഹി പോയിട്ടാണ്, അല്ലാതെ കേരളത്തിലല്ല മിക്ക ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം കേരളത്തിൽ കിട്ടുന്ന തുച്ഛമായ വളരെ പരിമിതമായ ട്രെയിനിങ് ഫെസിലിറ്റീസ് ആണ് കിട്ടുന്നത്. ഇവിടെയുള്ള ഷൂട്ടിംഗ് റേഞ്ചിൽ മുക്കത്തുള്ള തൊടുപുഴയുള്ള ഷൂട്ടിംഗ് റേഞ്ച് മാത്രമാണ് ഇന്റർനാഷണൽ നിലവാരത്തിലുള്ളത്. മറ്റുള്ളതെല്ലാം കേരളത്തിന് പുറത്താണ്. അവർക്ക് ചിലപ്പോൾ ഈ 1.5 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമായിരിക്കും. അത് കഴിഞ്ഞുള്ള ഷൂട്ടേഴ്സിന്റെ കാര്യം, അത് പോയിട്ട് 250ഓളം എണ്ണി എടുക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച കായിക താരങ്ങൾ എന്ന് പറയാൻ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 200 പേരെങ്കിലും ഉണ്ടാവും ഷൂട്ടേഴ്സ്.
അവരുടെ കയ്യിൽ നിന്ന് പ്രതിമാസം 1000 രൂപ വെച്ച് കളക്ട് ചെയ്താൽ മതി ഈ ഷൂട്ടിംഗ് ഇവിടെയുള്ള വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് ഇത് സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാതെ ഗവൺമെന്റിന് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതും കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടർ പോലീസ് ഹെഡ്ക്വാർട്ടർ IG അതിന്റെ അധ്യക്ഷനായിരിക്കുന്ന എല്ലാവിധ ഗവൺമെന്റ് മോണിറ്ററിംഗ് സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഇങ്ങനെ ഒരു ഗവൺമെന്റ് സംവിധാനം സർക്കാരിന്റെ തലത്തിൽ എത്രയോ വർഷങ്ങളായി നിലനിൽക്കുമ്പോൾ അതിനകത്ത് IAS IPS അടക്കമുള്ള ഒരു നല്ല പാനൽ ഉള്ളപ്പോൾ നല്ല എഫിഷ്യന്റ് ആയ ഒരുപാട് ഷൂട്ടേഴ്സിനെ ഇവിടെ വാർത്തെടുക്കാൻ ഇവിടെ കഴിയും. ഒരു മാസം 1000 രൂപ വെച്ച് കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ഞാനിപ്പോ കോട്ടയത്ത് പോയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരാഴ്ചയിൽ ഒരു ദിവസം കോട്ടയത്ത് പോയി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വെറുതെ ബസ്സിൽ കയറി പോയാൽ പോരാ, ഞാൻ എന്റെ തോക്ക് കൊണ്ടുപോകണം. അതൊക്കെ കൊണ്ടുപോകുമ്പോൾ കാറിലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ 3 ഷൂട്ടേഴ്സാണുള്ളത്. ആ 3 പേര് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് പോകുന്നു, ഒരാൾ തൊടുപുഴ പോകുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടം അതിനെക്കാളൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് ഒരു 1000 രൂപ പ്രതിമാസം വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിന് വേണ്ടി കൊടുത്താൽ 200 ഷൂട്ടേഴ്സ് എടുത്താൽ മാത്രം 2 ലക്ഷം രൂപ കിട്ടും. ശരി 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 അനി മുഹമ്മദ്, വ്യക്തമാണ്. വളരെയധികം നന്ദി അനി മുഹമ്മദ്. സജു, മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, EP ജയരാജൻ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്